ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ രണ്ട് മുഖങ്ങൾ ഒന്നിച്ചു വന്നാൽ എങ്ങനെയുണ്ടാകും? കഴിഞ്ഞ കുറച്ചു കാലമായി രാഷ്ട്രീയ പോർക്കളത്തിൽ വാഗ്ദാനങ്ങളുമായി ഏറ്റുമുട്ടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്നലെ പാർലമെന്റിൽ കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ അത് സോഷ്യൽ മീഡിയയിലും കൗതുകമായി. സമൂഹ പരിഷ്കർത്താവ് മഹാത്മാ ജ്യോതിബ ഫൂലെയുടെ 200ാം ജന്മവാർഷിക ചടങ്ങിലാണ് ഇരുവരും തമ്മിൽ കണ്ടുമുട്ടിയത്. സോഷ്യൽ മീഡിയയിൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ദൃശ്യങ്ങൾ വൈറലായി. കടുത്ത രാഷ്ട്രീയ വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോഴും വ്യക്തിബന്ധങ്ങൾക്കും ജനാധിപത്യ മര്യാദകൾക്കും നരേന്ദ്രമോദി നൽകുന്ന പ്രാധാന്യമാണ് ഒരിക്കൽ കൂടി ലോകം കണ്ടത്. ചടങ്ങിനായി എത്തിയ പ്രധാനമന്ത്രി സ്പീക്കർ ഓം ബിർളയെയും കേന്ദ്രമന്ത്രിമാരെയും അഭിവാദ്യം ചെയ്ത ശേഷം രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് നേരിട്ടെത്തുകയായിരുന്നു. രാഷ്ട്രീയത്തിലെ അധികായൻ എന്ന ഭാവമില്ലാതെ പുഞ്ചിരിയോടെ കൈകൂപ്പി രാഹുലിനെ അഭിവാദ്യം ചെയ്ത മോദി അല്പനേരം അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു. കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരോടും മാന്യതയോടെ പെരുമാറുന്ന മോദിയുടെ ഈ ശൈലിയെ യഥാർത്ഥ നയതന്ത്രമെന്നാണ് സൈബറിടം വിശേഷിപ്പിക്കുന്നത്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ, നിയമനീതി മന്ത്രി അർജുൻ റാം മേഘ്വാൾ, മറ്റ് കേന്ദ്രമന്ത്രിമാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ഹൃദ്യമായ കൂടിക്കാഴ്ച. പാർലമെന്റിൽ പലപ്പോഴും ഭരണപക്ഷത്തെ രൂക്ഷമായി വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാവിനോട് പോലും സൗമനസ്യത്തോടെ പെരുമാറുന്ന പ്രധാനമന്ത്രിയുടെ ചിത്രം വികസിത ഭാരതത്തിന്റെ സഹിഷ്ണുതയുടെ അടയാളമായി മാറി. ANI പുറത്തുവിട്ട വീഡിയോ ദശലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. ദ മോദി ടച്ച്, ഇതാണ് മോദി സ്പർശം എന്ന ക്യാപ്ഷനുകളോടെയാണ് ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചത്. രാഷ്ട്രീയത്തിൽ ശത്രുതയല്ല, ആശയപരമായ വിയോജിപ്പുകൾ മാത്രമാണുള്ളതെന്ന് പ്രധാനമന്ത്രി വീണ്ടും തെളിയിച്ചിരിക്കുന്നു. വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്കിടയിൽ സ്നേഹവും മര്യാദയും കൊണ്ട് മോദി തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയാണെന്ന് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. രാജ്യസഭ മുൻ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ മോദി രാഹുൽ കൂടിക്കാഴ്ച തന്നെയായിരുന്നു മുഖ്യ ആകർഷണം. എത്ര വലിയ പോരാട്ടങ്ങൾക്കിടയിലും രാജ്യ താൽപര്യത്തിനായും ജനാധിപത്യ മര്യാദയ്ക്കായും ഒന്നിച്ചു നിൽക്കാൻ ഭാരതീയ നേതാക്കൾക്ക് കഴിയുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ മോദിയുടെ ഈ ഇടപെടലിലൂടെ സാധിച്ചു. പാർലമെന്റിൽ കണ്ട ആ ദൃശ്യങ്ങൾ കേവലം ഒരു കൂടിക്കാഴ്ചയല്ല, മറിച്ച് നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ രാഷ്ട്രീയ ഔന്നത്യത്തിന്റെ വിളംബരമാണ്. അധികാരത്തിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും വിനയവും മര്യാദയും കൈവിടാത്ത മോദിയുടെ ശൈലി ഓരോ ഇന്ത്യക്കാരനും അഭിമാനമാണ്. പാർലമെന്റിലെ കടുത്ത വാഗ്വാദങ്ങൾക്കിടയിലും വ്യക്തിബന്ധങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന പ്രാധാന്യം ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന കാഴ്ചപ്പാടിന്റെ നേർചിത്രമാണ്. വിദ്വേഷം കൊണ്ടല്ല, മറിച്ച് വികസനം കൊണ്ടും സ്നേഹം കൊണ്ടുമാണ് ലോകം കീഴടക്കേണ്ടതെന്ന് പ്രധാനമന്ത്രി വീണ്ടും തെളിയിച്ചിരിക്കുന്നു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യത്തെ നയിക്കുമ്പോൾ തന്നെ ജനാധിപത്യത്തിന്റെ അന്തസ്സും പരമ്പരാഗതമായ മൂല്യങ്ങളും സംരക്ഷിക്കാൻ മോദി കാട്ടുന്ന ഈ താല്പര്യം പുതിയ തലമുറയ്ക്ക് വലിയൊരു പാഠമാണ്. ഭാരതീയ സംസ്കാരം വിഭാവനം ചെയ്യുന്ന വസുദൈവ കുടുംബകം എന്ന തത്വം വാക്കിലല്ല, പ്രവൃത്തിയിലാണ് എന്ന് മോദി തന്റെ ഓരോ ചലനത്തിലൂടെയും ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഈ നിമിഷം ജനാധിപത്യ വിശ്വാസികൾക്ക് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. ആശയങ്ങൾ വ്യത്യസ്തമാകുമ്പോഴും രാജ്യ താൽപര്യത്തിനായി ഒന്നിച്ചു നിൽക്കുന്ന നവഭാരതത്തിന്റെ കരുത്താണ് നരേന്ദ്രമോദി.